നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റ് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നൗഫിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോവാണ്. നേരം വെളുക്കുന്നതിന് മുമ്പ് എണീറ്റ് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ എല്ലാ കല്യാണം കോട്ടയം വരെ പോകണം കല്യാണത്തിന്. അതുകൊണ്ടാണ് ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് എണീറ്റത്. വെളുപ്പാങ്കാലമായതുകൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ കടയിൽ വന്നിട്ട് ഒരു നെയ് റോസ്റ്റും ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ കുറച്ച് നേരം ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് വെച്ചാൽ അതൊക്കെ എൻ്റെ ഒരു കഴിവാണെന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എത്താറായപ്പോഴാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. എത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പാണ് മേക്കപ്പ് ചെയ്യുന്നത്. കാറിൽ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഐലൈനറൊക്കെ എഴുതുമ്പം എങ്ങോട്ടൊക്കെയോ ഞാൻ ഉദ്ദേശിക്കാത്ത സ്ഥലത്തോട്ടൊക്കെയാണ് പോകുന്നത്. ഞാൻ മസ്കാര ഇടുന്നതിനെ പറ്റി പറയേണ്ട. ഞാൻ മസ്കാര ഒരു വഴിക്കോട്ട് ഇടും, അത് വേറെ വഴിക്കോട്ട് പോകും. അങ്ങനെ ഒരുമാതിരി കുളമായിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ ഒരുങ്ങിയത്. അങ്ങനെ കുറച്ച് മാത്രം മേക്കപ്പൊക്കെ ഇട്ട് പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി മുടിയൊക്കെ കെട്ടി പോകുന്ന വഴി നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടങ്ങ് പോയി. എനിക്ക് മുടി കെട്ടിയത് വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് കല്യാണമൊക്കെ കണ്ടു. നല്ല അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു. പിന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നിന്നപ്പോഴേക്കും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. കുറേ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എനിക്കധികം കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറും മീൻകറിയും മോരുകറിയൊക്കെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു കല്യാണത്തിനൊക്കെ പോകുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഉപ്പിലിട്ട കട കണ്ടു. അവിടുന്ന് കയറി കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ട് അവിടെ കോട്ടയത്ത് തന്നെയുള്ള ഒരു ലുലു മോളിലോട്ട് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ ഒരു ബ്രൗണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഓഫാക്കി ഇട്ടിരിക്കുന്ന ബൾബ് ക്യാമറയിൽ കൂടെ കത്തുന്നു. നേരിട്ട് കാണുമ്പോൾ അത് കത്തുന്നില്ല, ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ കത്തുന്നു. എന്തോ മാജിക്ക് കണ്ട അത്ഭുതമായിരുന്നു എനിക്കത് കണ്ടപ്പോൾ.